ലോകരാജ്യങ്ങളിലുള്ള ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇന്ത്യയുടെ ഭരണഘടന. 22 അധ്യായങ്ങളും 395 അനുച്ഛേദങ്ങളും 12 പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേവരെ 105 ഭരണഘടനാ ഭേദഗതികൾ നടത്തിയിട്ടുണ്ട്. 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ട് ഇന്നത്തെ രീതിയിലുള്ള നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കി. ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഈ ഭരണഘടനയുടെ പൂർണ്ണരൂപം തയ്യാറാക്കുകയും ചർച്ച ചെയ്ത് അന്തിമമാക്കിയ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച് നിയമമാക്കുകയും ചെയ്തു. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. ഭരണഘടനയുടെ ഏറ്റവും അർത്ഥവത്തും കാവ്യാത്മകവുമായ ഭാഗമെന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖം ഇങ്ങനെയാണ്: ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. ആമുഖത്തിലെ സ്ഥിതിസമത്വ, മതേതര എന്നീ വാക്കുകൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിലവിൽ വന്നത്. കാലാകാലത്തിലുണ്ടാകുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 എന്ന വകുപ്പ് പ്രകാരമാണ്. ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ജനങ്ങളുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കാതലുമായ ഭാഗമെന്ന് പറയുന്നത് ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും നൽകുന്ന മൗലിക അവകാശങ്ങളാണ്, അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടന നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവയാണ്: റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള സ്വാതന്ത്ര്യം; റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരായുള്ള അവകാശം; റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം; കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫ്രീഡം, വിദ്യാഭ്യാസവും സാമൂഹികപരവും സാംസ്കാരികപരവുമായ സ്വാതന്ത്ര്യം; റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള മാർഗം. എന്നിങ്ങനെയാണ് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ. ആദ്യത്തെ മൗലികാവകാശമായ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം, അഥവാ റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുൻപാകെയുള്ള സമത്വത്തെയാണ് ആർട്ടിക്കിൾ 14 രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രം ഭാരതത്തിൻ്റെ പ്രദേശത്തിനകത്ത് യാതൊരാൾക്കും നിയമത്തിന് മുൻപാകെ സമത്വമോ അസമത്വമോ നിയമങ്ങളുടെ സമമായ സംരക്ഷണമോ നിഷേധിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 14 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജന്മസ്ഥലമോ കാരണമാക്കിയുള്ള വിവേചനത്തിൻ്റെ നിരോധനമാണ് അത്. The state shall not discriminate against any citizens on grounds only of religion, caste, sex, place of birth or any of them എന്നാണ് അതിൽ പറയുന്നത്. കടകൾ, പൊതുഭോജനശാലകൾ, ഹോട്ടലുകൾ, പൊതുവിനോദസ്ഥലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി നിർമ്മിച്ചിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം ആർക്കും തടയാൻ പാടുള്ളതല്ല. എന്നാൽ സ്ത്രീകളും കുട്ടികളും സാമൂഹികപരമായ വിദ്യാഭ്യാസ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും ഇടയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്.
ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിലുള്ള അവസര സമത്വമാണ് ആർട്ടിക്കിൾ 16 രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിന്റെ കീഴിലുള്ള ജീവനത്തിനോ അഥവാ എന്തെങ്കിലും ഉദ്യോഗത്തിനുള്ള നിയമനത്തിനോ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അവസര സമത്വം ഉണ്ടാകുന്നതാണ്. ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം, വംശം, വാസസ്ഥലം എന്നിവ കൊണ്ട് ഒരാൾക്കും അവസര സമത്വം നിഷേധിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ഒരു സംസ്ഥാനത്തിനകത്ത് വരുന്ന ചില പ്രത്യേകതരം നിയമനങ്ങളിലൊക്കെ ചില നീക്കുപോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് റിസർവേഷൻ നൽകുന്നതിന് വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനൊന്നും തടസ്സമില്ല. മതിയായ പ്രാതിനിധ്യമില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രൊമോഷൻ അടക്കം പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനും തടസ്സമില്ല. അതേപോലെ മതസ്ഥാപനങ്ങളിലെ ജോലിക്ക് അതേ മതവിഭാഗത്തിൽ ഉൾപ്പെട്ട ആളെ തന്നെ വ്യവസ്ഥ ചെയ്യുന്നതിനും ഒന്നും തടസ്സമില്ല. അടുത്തതാണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അഥവാ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. തൊട്ടുകൂടായ്മയൊക്കെ നിർത്തലാക്കിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ ഏത് രൂപത്തിലുള്ള ആചരണവും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തൊട്ടുകൂടായ്മയുടെ കാരണത്താൽ ഏതെങ്കിലും ഒരു അൺടച്ചബിലിറ്റി അടിച്ചേൽപ്പിക്കുന്നതിന് നിയമപരമായ ശിക്ഷ ലഭിക്കുന്നതും അത് ഒരു കുറ്റകരമായ കാര്യവുമാണ്. അടുത്തതാണ് ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അതൊന്നും അതിൽ ഉൾപ്പെടുന്നതല്ല. സൈനികമോ വിദ്യാഭ്യാസമോ സംബന്ധമായ പ്രാഗൽഭ്യത്തിനല്ലാത്ത യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകാൻ പാടില്ല. ഭാരതത്തിലെ ഒരു പൗരനും ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് എന്തെങ്കിലും സ്ഥാനപ്പേര് സ്വീകരിക്കാൻ പാടില്ല. ഭാരതത്തിൽ ഉദ്യോഗം വഹിക്കുന്ന വിദേശിയായ ഒരാൾ രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തിൽ നിന്ന് സ്ഥാനപ്പേര് സ്വീകരിക്കാൻ പാടില്ല. രാഷ്ട്രത്തിൻ്റെ കീഴിൽ ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ രാഷ്ട്രപതിയുടെ സമ്മതം കൂടാതെ വിദേശ രാഷ്ട്രത്തിൽ നിന്ന് സമ്മാനമോ ശമ്പളമോ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗമോ അതൊന്നും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇവയെല്ലാമാണ് ആദ്യത്തെ മൗലികാവകാശമായ റൈറ്റ് ടു ഇക്വാളിറ്റി. ഇനി റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 19, പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സെട്ര. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായ ആയുധങ്ങൾ കൂടാതെയുമുള്ള സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാജങ്ങളോ യൂണിയനുകളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്ത് തൊഴിൽ ചെയ്യാനും വ്യാപാരം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം എന്നിവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 19(1)(a) അവകാശത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ചുമത്തുന്നതിനും തടസ്സമില്ല. അതായത് രാജ്യരക്ഷ, കോടതി അലക്ഷ്യം, അപകീർത്തിപ്പെടുത്തൽ, അഖണ്ഡത, പരമാധികാരം, സമാധാനം, സഭ്യത എന്നിവയ്ക്കെതിരെയുള്ള അവകാശം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്. കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സംരക്ഷണം. അവയിൽ വരുന്നതാണ് എക്സ് പോസ്റ്റ് ഫാക്ട് ലോ, റൂൾ അഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാട്രി, റൂൾ അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ചല്ലാതെ യാതൊരാളുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയാണ് നിയമത്തിൽ അത് കൊടുത്തിരിക്കുന്നത്. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് life or personal liberty except according to the procedure established by law. ആർട്ടിക്കിൾ 21(a) എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ. അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം. അറസ്റ്റ് ചെയ്ത് യാതൊരാളുടെയും ആ അറസ്റ്റിനുള്ള കാരണങ്ങൾ കഴിയുന്നത്ര വേഗം അറിയിക്കാതെ തടങ്കലിൽ സൂക്ഷിക്കുവാനോ അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനുള്ള അവകാശം നിഷേധിക്കുവാനോ പാടില്ല. അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ സൂക്ഷിച്ചിട്ടുള്ള ഏതൊരാളെയും ഏറ്റവും അടുത്ത മജിസ്ട്രേറ്റിന് മുൻപിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കേണ്ടതും മജിസ്ട്രേറ്റിൻ്റെ അധികാരം കൂടാതെ 24 മണിക്കൂറിന് ശേഷം തടങ്കലിൽ വയ്ക്കാൻ പാടില്ലാത്തതുമാണ്. These protections are not available to alien enemy, not available to accused in preventive detention law. അടുത്തതാണ്
റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23-ലും 24-ലും ഇത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ, അതായത് മനുഷ്യ കച്ചവടത്തിനെ നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കലിൻ്റെ നിരോധനം, അങ്ങനത്തെ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 23-ൽ വരുന്നത്. മനുഷ്യ കച്ചവടവും അടിമപ്പണിയും അതുപോലെ നിർബന്ധിച്ച് പണി ചെയ്യിപ്പിക്കലും എല്ലാ രൂപങ്ങളും നിരോധിച്ചിട്ടുള്ളതാണ്. ഈ വ്യവസ്ഥയുടെ ഏത് ലംഘനവും നിയമമനുസരിച്ച് ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതുമാകുന്നു. കമ്പൽസറി സർവീസസ് ഫോർ പബ്ലിക് പർപ്പസസ് നോട്ട് പ്രിവെൻറ്റഡ്. അതുപോലെ അടുത്തതാണ് ആർട്ടിക്കിൾ 24, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് എക്സെട്ര, അതായത് ഈ ബാലവേല എന്നൊക്കെ പറയുന്നത് 14 വയസ്സിനു താഴെയുള്ള ഒരു കുട്ടിയെയും ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ ജോലി ചെയ്യാൻ ഏർപ്പെടുത്തുകയോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ജീവനത്തിന് ഏർപ്പെടുത്തുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അടുത്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്ക് ഏത് മതം തിരഞ്ഞെടുക്കാം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഒരു അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 ഇങ്ങനെയാണ്: ഫ്രീഡം ഓഫ് കോൺസയൻസസ് ആൻഡ് ഫ്രീ പ്രൊഫഷണൽ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, മനസാക്ഷിക്കും സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരണത്തിനും മതപ്രചരണത്തിനും ഉള്ള സ്വാതന്ത്ര്യമാണത്. പൊതുസമാധാനത്തിനും സന്മാർഗികതയ്ക്കും ആരോഗ്യത്തിനും വിധേയമായി മനസാക്ഷി സ്വാതന്ത്ര്യത്തിനും മതവിശ്വാസത്തിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും അവകാശമുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 26, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ്, അതായത് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. ഓരോ മതവിഭാഗത്തിനും സ്ഥാപനങ്ങൾ നടത്തുവാനും മതപരമായ ചടങ്ങുകൾ നടത്താനും സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കുവാനും ഉടമസ്ഥതയിൽ വയ്ക്കുവാനും ആ വസ്തുവിൻ്റെ ഭരണം നിയമാനുസൃതമായി നടത്തുവാനും അവകാശമുണ്ടായിരിക്കും. ആർട്ടിക്കിൾ 27, ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ പോഷണത്തിൻ്റെയോ സംരക്ഷണത്തിനോ വേണ്ടി നികുതികൾ കൊടുക്കാൻ യാതൊരാളെയും നിർബന്ധിക്കുവാൻ പാടില്ല. നോ കമ്പൽഷൻ ക്യാൻ ബി ഡൺ to pay tax for promotion of any religion. ആർട്ടിക്കിൾ 28, ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വർഷിപ്പ് ഇൻ സർട്ടൈൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ്. പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകാൻ പാടുള്ളതല്ല. അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതപരമായ രീതിയിലുള്ള യാതൊരു പഠനവും നടത്താൻ പാടുള്ളതല്ല. എന്നാൽ മതപരമായ മോചനം നൽകണമെന്നാവശ്യപ്പെടുന്ന എൻഡോമെൻറ്റിൻ്റെയോ ട്രസ്റ്റിൻ്റെയോ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമല്ല. അവർക്ക് മതപരമായ രീതിയിലുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹാജരാകുന്ന യാതൊരാളോടും മതപരമായ ചടങ്ങുകൾക്ക് ഹാജരാകാൻ ആവശ്യപ്പെടാൻ പാടില്ല. അതായത് ഒരു കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ അതൊരു ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കീഴിൽ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരിക്കലും ഒരു മതപരമായ ചടങ്ങിനെ നിർബന്ധിക്കാൻ പാടുള്ളതല്ല. അടുത്തതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് അവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, അഥവാ ന്യൂനപക്ഷ താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്ത് ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്ന പൗരന്മാരിൽ നിന്ന് ഭിന്നമായൊരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കും. എന്നാൽ രാഷ്ട്രത്തിൻ്റെ സഹായം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും യാതൊരു പ്രവേശനവും നിഷേധിക്കുവാനും പാടുള്ളതല്ല. ആർട്ടിക്കിൾ 30, റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവ മതമോ ഭാഷയോ അടിസ്ഥാനമാക്കിയുള്ളവയായാലും അവരുടെ ഇഷ്ടപ്രകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. അതിന് യാതൊരു വക ബുദ്ധിമുട്ടുകളുമില്ല. റിലീജിയസ് മൈനോറിറ്റീസിനോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനോ അങ്ങനെ ചെയ്യാം. അടുത്തതാണ് ആർട്ടിക്കിൾ 31, റൈറ്റ് ടു പ്രോപ്പർട്ടി,
അത് ഒമിനേറ്റഡ് ബൈ 44th അമെൻമെന്റ് ആക്ട് 1978 അത് ആക്കിയിട്ടുണ്ട്. അടുത്തതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയാണ് ഭരണഘടനാപരമായ സംബന്ധിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. അതായത് ആർട്ടിക്കിൾ 32 പറയുന്നത് ഇങ്ങനെയാണ്: റെമഡീസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ് കൺഫേർഡ് ബൈ ദിസ് പാർട്ട്. ഈ ഭാഗം വഴി നൽകിയിട്ടുള്ള അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഭാഗം 3 പറയുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ഏതൊക്കെയാണ് റിട്ടുകൾ എന്ന് നോക്കാം. ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, ക്വാറാണ്ടോ, സെർഷ്വറി എന്നിവയാണ് അവ. ഹാബിയസ് കോർപ്പസ് അഥവാ പ്രൊഡ്യൂസ് ദ ബോഡി എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ഹാജരാക്കുക, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അൺലോഫുൾ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരാളെ കോടതി മുമ്പേ ഹാജരാക്കാൻ നൽകുന്ന ഉത്തരവാണിത്. തടങ്കൽ ന്യായമാണോ എന്ന് പരിശോധിക്കുന്നതിനാണ് പ്രൊഡക്ഷൻ ഓർഡർ നൽകുന്നത്. The writ is